ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം എങ്ങനെയാണ് നമ്മളതേ റൂമൊക്കെ ക്രിസ്മസിൻ്റെ വൈബിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടതേ മരത്തിലൊരു സ്റ്റാർ, അവിടെ ഇത്, പിന്നെ ഇവിടെ ഇങ്ങനെ സീരിയൽ ലൈറ്റ്, ഇവിടെ ഇങ്ങനെ നക്ഷത്രം, ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ, പിന്നെ ഡോറിൽ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസുകളും കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് പിന്നെന്തോ ക്രിസ്മസ് വില്ലേജ് എന്തോ നമ്മുടെ കലൂർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് ക്രിസ്മസ് വില്ലേജ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയോ ക്രിസ്മസ് വില്ലേജ് എന്താണെന്നുള്ളത്? നമ്മൾ വിദേശ രാജ്യത്തും പലതും കണ്ടിട്ടുണ്ട് ക്രിസ്മസ് വില്ലേജ് എന്താണെന്നുള്ളത്. നമുക്ക് എന്തായാലും ക്രിസ്മസ് വില്ലേജ് എടുക്കുക. അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയണ്ടേ? പോയി നോക്കാം അറിയാൻ പറ്റില്ലല്ലോ ഏത്. അപ്പം ലെറ്റ്സ് ഗോ. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? സ്റ്റേഡിയം എത്തിയിരിക്കുന്നു. സ്റ്റേഡിയത്തെ ആരൊക്കെ വന്നിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 5 പൈസക്ക് ഗതിയില്ലാത്ത അഞ്ചന, പിന്നെ 5ഉം 10ഉം പൈസക്ക് വിവരം കൂടുതലുള്ള സൗദു, പിന്നെ 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 പെണ്ണ് അത് പറയല്, ബാക്കി എന്തുവേണേലും പറഞ്ഞു. ഓക്കെ, ആ സാധനം കിട്ടാത്ത ചുകുമാപ്സി. അതൊന്നുമല്ല, വേറെ അതൊക്കെ പോട്ടെ. ഞാൻ അവിടെ ഒരു സാധനം, ആ ഒരു യമഹ അവിടെ ഇരിക്കണേ. ആ യമഹയിൽ വന്നൊരു പെൺകുട്ടിയാണ്. ഞാൻ ആലോചിക്കണേ, ഞാൻ റൈഡ് ചോദിക്കാൻ വേണ്ടിയിരിക്കുക. യെസ്, ഓഫ് കോഴ്സ്. അവളവിടെ കണ്ണൂർ കോക്ടെയിൽ എന്തോ കുടിച്ചോണ്ടിരിക്കുന്നത്. കുറേ നേരമായി കുടിച്ചോണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ കുടിച്ച് തീർന്നിരുന്നു. നമ്മൾ നോക്കിക്കണോണ്ടാകുന്നത് വരാത്തെന്ന് തോന്നുന്നു. വന്നിട്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് വില്ലേജിൽ പോവാം. തെണ്ടിത്തിരിയാകുമ്പോൾ വില്ലേജിൽ പോവാം. ആദ്യ റൈഡ് ഇത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആവുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലെ ലൊക്കേഷൻ അയക്കാം. ഇല്ല, പൊരുതി തെറ്റാ പോട്ടെ നോക്കും. നാളെ എനിക്കൊരു പുത്തിരിയല്ല. വെയിറ്റ് ഫോർ ഇറ്റ്. ഇല്ലില്ല, സത്യമായിട്ടും ഇല്ല. വെയിറ്റ് ചെയ്യാം, വരട്ടെ കൊച്ച്. എന്താ ഓക്കെ, കുഴപ്പമില്ല. നമ്മളെ പിന്നെ ഇത് പുത്തരിയല്ല. നമുക്കിതൊന്നും ഒരു കാര്യം വിചാരിച്ച് നടക്കുന്നത് പുത്തരിയൊന്നുമില്ല. പക്ഷേ നടന്നില്ല, നമ്മൾ വിചാരിച്ച സംഭവം നടന്നില്ല. ചിരിക്കണോ? താൻ തിരി. എനിക്കൊരു ഉളുപ്പിരുന്ന് ആളക്കെടൊരു മാനക്കെടില്ല. പോയത് അടുത്ത പിടിക്കുന്നേ. ധൈര്യം ഉണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. എടോ, ധൈര്യം ഉണ്ടോ? ഞാൻ ഒരു പെൺകുട്ടിനെ കാണിച്ചു തരും. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ചോദിച്ചിട്ട് തരാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ? ഉണ്ടോ? നിന്റെ അത്ര ഈ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് എനിക്ക് ധൈര്യം ഇത്തിരി കുറവാണ്. അപ്പൊ അതാ ഞാൻ കാണിച്ചത്. നിങ്ങൾ കാണിച്ചാൽ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഞാൻ ചോദിക്കും, ധൈര്യം ഉണ്ടോ അതിന്? ഞാൻ ചോദിക്കും. അതാ പറഞ്ഞ, ഇത് പോയാൽ വേറെ അത്രയില്ല. അതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ഒന്ന് പോയാൽ അടുത്ത പിടിച്ചേക്കാണ്. നമുക്കൊരു ക്രിസ്മസ് വില്ലേജ് പോയി അവിടെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാം. അവിടെ ഞങ്ങൾ നിങ്ങൾ തരുന്ന കുനുവാതൊക്കെ ബൺമച്ചിക്കാൻ മതിയോ? ബാവച്ചിക്കാൻ മാത്രം മതിയോ? ബൺമസ്കയില്ല, തിരാമിസും ഹോട്ട് ചോക്ലേറ്റും ഉണ്ട്. എന്തായാലും നമ്മൾ നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോവാം. മതി, ഇവിടുത്തെ ഇതൊക്കെ മതി. 80. ഓക്കെ, എന്തായാലും നമ്മൾ മറ്റേ ബംബലോണി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ബംബലോണി ട്രൈ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് അപ്പുറത്തൊന്നും എന്നെ പോടാൻ പറ്റുന്ന കളിച്ചാൽ അപ്സി ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, നമ്മളെന്തായാലും അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അത് എപ്പോൾ സ്റ്റേഡിയത്തിൽ തന്നെ എൻ്റെ ക്യാമറ കണ്ട ഒളിച്ചോടുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഇല്ലേ, വേറെ ആരുമില്ല. നൺ അതർ ദാൻ അരുണുല്ലാസ് ഒഫീഷ്യൽ. ഇന്ന് സ്റ്റേഡിയത്താണെങ്കിൽ നാളെ കൊടൈക്കനാണെങ്കിൽ ചിലപ്പോൾ മറ്റന്നാൾ മൂന്നാറാണ്. ഇനി കേരളത്തിൽ പോകാൻ പറ്റുന്ന സ്ഥലം ബാക്കിയുണ്ടോ? ഇനിയുണ്ടല്ലേ കുറേ. പിന്നെ വല്ലപ്പോഴും നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഇങ്ങനെ അധികം പ്രോപ്പർട്ടി പോകും. ഞാനവിടെ എനിക്ക് കൊള്ളാൻ കിട്ടും. ഓക്കെ, ഇന്നത്തെ നമ്പർ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി. ഇല്ല, പോകാൻ പറ്റിയിട്ടില്ല. അല്ലെ, ഞാൻ ഒറ്റക്കാലല്ല പോകുന്നത്. അവന്മാരോട് വരണ്ടേ. അതാണ്. ക്രിസ്മസ് വില്ലേജിൽ പോയായിരുന്നു. ഓ, ഞങ്ങളൊന്ന് പോയി അർമാജിട്ട് വരാം. പോയിട്ട് വരാം. എന്താ നോക്കിട്ട് വരാം. വില്ലേജിൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ. എന്താ ഇത്? DJ അപ്സി, ചുകുമ അപ്സി എന്ന് ഞങ്ങൾ വിളിക്കും. ഞാൻ വല്ലേലും പൊളിയല്ലേ. ഞങ്ങൾ പോടാണ്ട്. ഹായ്, കൊള്ളാം. നല്ല എൻട്രൻസ്, ഫോക്കസ് ആയിരുന്നു. നല്ല എൻട്രൻസ്, കൊള്ളാം. മൊത്തം ലൈറ്റ്, ഗിഫ്റ്റിന്റെ പാട്ടം, ഫ്രണ്ടിൽ പോകുന്ന അഞ്ചന. അകത്ത് പാട്ടുണ്ട്. കിട്ടുമോ ഇല്ല ദൈവത്തിനറിയാം. എന്ത് അവസ്ഥ അറിയാം. കോപ്പറേറ്റ് കിട്ടായിരുന്ന മതിയായിരുന്നു. ഈ വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണോ? പക്ഷെ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഹലോ, താങ്ക് യു ബ്രോ. അയ്യോ, ഇല്ല കുഴപ്പമില്ല. അത് എന്റെ കയ്യിൽ നിന്ന് പോയാ കൈ മൊത്തം. ശരി, ഓക്കെ ബ്രോ. ക്രിസ്മസ് വില്ലേജ്. അയ്യോ വേണം, എനിക്കൊരു ലക്കില്ല. ഇങ്ങനെ ഭയങ്കര ലക്കിയ. അടിച്ചാ പകുതി തരുമോ? അടിച്ചാ പകുതി.
മുഴുവൻ തരും നിനക്ക്. ഓക്കെ തരണേ. ഈശ്വര ഭഗവാനെ ഇത് ഓ അടിക്കണേ. ഒഴിഞ്ഞിട്ടോ ഇട്ടോട്ടോ അടിച്ചിരിക്കും. അടിക്കൂല ആദ്യം ഇവിടെ ഇട്ട്. ഈശ്വര ഭഗവാനെ. സൗദു പിടിച്ചേ നീ പിടിച്ചോണ്ടിരിക്കുക. ഇത് ഞാൻ പറയട്ടെ, ക്രിസ്മസ് വില്ലേജ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ പറഞ്ഞത്? വില്ലേജ് എന്ന് പറയുമ്പോൾ വില്ലേജ് തീമിന് വേണ്ടേ? പക്ഷെ മൊത്തം ടെന്റ് ഒക്കെ ഇട്ടിച്ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെന്റ് അടിച്ചിരിക്കുകയാണ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ വില്ലേജിന് തീമിന് വെക്കാറുണ്ട്. ഓലപ്പഴയൊക്കെ വെച്ച് സെറ്റ് ഒക്കെ. ഈ വെളിവില്ലാത്ത കേസിന് എന്താണ് കിടക്കുന്നത്? സത്യം പറഞ്ഞ പോലെ പിണങ്ങിപ്പോയി. സൗദു എന്താണ് തിന്നാൻ വാങ്ങിച്ചത്? ഗുരുവായൂര് 10 സെന്റ് ഗുരുവായൂർ അമ്പലം സ്വന്തമായിട്ടുള്ള വെച്ച്. ഈ കുട്ടിക്ക് ഗുരുവായൂര് ഫുള്ള് ഭയങ്കര പിടിയാന്ന് അറിഞ്ഞത്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം വരുന്നത് സെറ്റ് ആക്കണേ. എന്തുകൊണ്ട് ഇവിടെ ചോദിച്ചാൽ ഇതറിയത്തില്ല. ഫേമസ് അഞ്ജന കൃഷ്ണൻ അരച്ചൻ മയറിന് വേണ്ടി പോരാടുന്ന യുവതി. പരിപാടിക്ക് വന്നിട്ട് മൊത്തം പരിചയം ആൾക്കാരാ. എന്താ മനസ്സിലായി? എന്താ പരിപാടി? താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വില്ലേജ് കാണാൻ വന്നത്. പക്ഷെ വില്ലേജ് വന്നപ്പോ ടെൻഡായി പോയെന്നില്ല. ഞാൻ വില്ലേജ് ആണ് വന്നത്. എങ്ങനെയുണ്ട് വില്ലേജ്? കൊള്ളാം. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. വില്ലേജ് ആണോ കൊള്ളാവുന്നത്? ഇവിടെ വരുന്ന ആൾക്കാരാണോ കൊള്ളാവുന്നത്? ഞാനേ കണ്ണട എടുത്തുള്ള കണ്ണട ക്ലിയർ ആയിട്ട് കാട്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ? എന്ത് എല്ലാം മെയിൻ ആണല്ലോ. നമ്മള് ബൺമസ് കഴിച്ചോ? ഇല്ല, തീർന്നു തോന്നുന്നു. അതല്ലേലും അങ്ങനെ നമ്മൾ ഇവിടെ പരിപാടി ഞങ്ങൾ കഴിച്ചു. ഒരു ഇപ്പൊ ഞാൻ പ്ലിങ്ങിന് ദിവസമായിരുന്നത് വെച്ചിട്ട് ഒരു കൊച്ചു മറ്റേ RS സെന്ററിലേക്ക് വന്നേ. ഞാൻ പോയി ചോദിക്കാന്ന് പറഞ്ഞിരുന്നത്, റൈഡ് ചോദിക്കാന്ന് പറയുന്നത്. അവര് വെച്ചലേക്ക് പോയി വന്നപ്പോ തന്നെ അയ്യോ ബംബലോണി കഴിച്ചായിരുന്ന? അതും തീർന്നാ അവരുടെ ബംബലോണി? അതൊന്നും നൈസാണ്. അത് നൈസാണ്. അവരും ഇതുപോലെ വിവരപ്പെടുന്ന തന്നെ. ഞാൻ ഡയറ്റിലാണ് ആക്ച്വലി. അപ്പൊ അതാണ് അത് ചെറുതായിട്ടൊരു പീസ് കഴിച്ച് അങ്ങനത്തെ പരിപാടിയാണ്. കഴിഞ്ഞ് ഇച്ചിരി കുറച്ച് കൂടി വെക്കണ്ടായിരുന്ന? അത്രയും കൂടി കൊണ്ട് തീർന്നു പോയി. ഒരു തുടങ്ങിയപ്പോ നടക്കാണ് കഴിക്കാൻ വേണ്ടി. ഇതുവരെ നടന്നിട്ടില്ല. സീരിയസ് തുടങ്ങിയപ്പോ നടക്കാണ്ട് വരും. പോസ്റ്റ് കാണുമ്പോഴത്തേക്കും ഇറങ്ങാൻ നിൽക്കുമ്പോൾ സോൾഡ് ഔട്ട് ഫോർ ടുഡേ. എന്ത് ചെയ്യാൻ പറ്റും? നടക്കൂല. എന്തിനാ നമ്മൾ കഴിക്കും? വഴിയുണ്ടാക്കി ഈവനിങ് ആണ് പ്രശ്നം. ഈവനിങ് എണീക്കത്തുള്ളൂ, അതാണ് പ്രശ്നം. രാത്രി ഓക്കെ സെറ്റ് ചെയ്യാം. അടുത്ത സമയം സെറ്റ് ചെയ്യാം. നമ്മള് ചായക്കപ്പിൽ നമ്മുടെ വേറെ ചായക്കപ്പിലൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അവർക്ക് നമുക്ക് സാധനം തീർന്നു പോയി. നമുക്ക് യോഗയില്ല ഇന്നത്തെ. മൊത്തം എന്താ പറയാ, ഇതാണ് യോഗയില്ലാത്ത പരിപാടികളാണ് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് മറ്റേ ബംബലോണി ഉണ്ടായിരുന്നു. ബംബലോണിയും തീർന്നു തോന്നുന്നു. ബംബലോണി അറിയോ? ബംബലോണി വാ കാണിച്ചു തരാം. വാ ആ ഉണ്ടാവും ചോദിച്ചിട്ട് വാ ചോദിച്ചിട്ട് വരണോ? ബംബലോണി ഇങ്ങനെ കൊണ്ടുവന്ന് ചോദിക്കും. അത് വാ അതെങ്ങനെ ചോദിച്ചിട്ട് അതെങ്ങനെ ഇന്ന് കിട്ടിട്ട് പോയി വരുന്നു. അയ്യോ ബംബലോണി വാടോ. ബംബലോണി ദോ ഇവിടെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുതരാം. ഉണ്ടാന്ന് നോക്കട്ടെ. ഉണ്ടോ? കഴിഞ്ഞോ? കഴിഞ്ഞ് പ്ലിങ്ങി ഒരെണ്ണോക്കില്. വേറെന്ത്? കോഫി വേണ്ട. കോഫി അല്ലെങ്കിൽ ഉറക്കില്ല. വെറുതെ എന്തിനാ? നെക്സ്റ്റ് ടൈം നിങ്ങൾ അവിടെ തന്നെ അല്ലേ? പനമ്പള്ളി പനമ്പള്ളി അവിടെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അവിടെ മീറ്റ് ചെയ്യാം. കുറെ ആൾ കാണുന്നു പറഞ്ഞത്. അങ്ങോട്ട് ക്യൂൻസ് കാരണം അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അതാണ്. ഓക്കെ ബ്രോ, നെക്സ്റ്റ് ടൈം കാണിക്കാം. അപ്പൊ രണ്ടെണ്ണായി, 2 സംഭവങ്ങളായി. ഇതെന്താന്നറിയോ? ഇവര് നമ്മുടെ ചായക്കപ്പളെ പോലെ തന്നെ മറ്റേ ബണ്ണിനകത്ത് ബംബലോണി പോവാന്ന് പറഞ്ഞ അത് പോകാൻ പറ്റിയിട്ടില്ല സത്യം പറയാ. അവര് ക്യൂൻസുവേൽ അത് ആദ്യം ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ അവരൊരു റീല് കണ്ട് പോയി ട്രൈ ചെയ്യണമെന്ന് ആലോചിച്ചാ. പക്ഷെ നടന്നില്ല. പിന്നീട് അവർ ഭയങ്കരമായിട്ട് കത്തിക്കേറി, നല്ലപോലെ കത്തിക്കേറി. പക്ഷെ നടന്നില്ല, ഒന്നും കിട്ടിയില്ല. അതാണ് അവസ്ഥ. എന്താ അവസ്ഥയാണ്? ഭയങ്കര പരിതാപകരമായ അവസ്ഥ. അരുണുല്ലാസ് അല്ലേ? ഹായ്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഹായ് ബൈ. നീ ഒരു പോയാ? എന്താണ് ഇവിടെ? എന്താ
ആ ബാക്കി പോ ആ സൈഡിൽ സീറ്റ് ബാക്കി എന്താ സംഭവം ഓ Thank you guys so much for waiting. അയ്യോ Welcome to ഇവിടെ എന്തോ Christmas Village 20. ഇവിടെ എന്തോ ഡ്രാമ നടക്കുന്നു ഗൈസ്. യേശുവിന്റെ ജനനമാണ് ക്രിസ്മസിന്റെ സന്ദേശം എന്ന് നിങ്ങൾക്കറിയാം. But amidst all the plum cake and the wine and the red dress and the wine, the stars, the lights. പ്ലം കേക്കും വൈനും നമുക്ക് Tell you കിട്ടിയില്ല. what Christmas actually means. എവിടെന്നെങ്കിലും ആരെങ്കിലും നമുക്ക് പ്ലം കേക്കും വൈനും കൊണ്ട് തരണേ. നമ്മളിത് കണ്ടിട്ട് വരാം. ഗൈസ് ഇത് യേശുവിന്റെ മറ്റേ ജനിച്ച സംഭവം കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനെ പറ്റിയൊരു ഡ്രാമ കുറച്ച് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അവര് കാണിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗുരുവായൂർ കൊച്ചില്ലേ, കൊച്ചിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. എടാ പേര് പറ. ശ്രീലക്ഷ്മി. എന്തുകൊണ്ടാണ് നിന്റെ ഇത്ര ഗുരുവായൂർ ഹോൾഡ് എന്ന് പറയാ? എല്ലാ കാര്യത്തിലും ഹോൾഡുണ്ട്. മെയിനാ ഗുരുവായൂരാണ് വീട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുവായൂരത്തെ മെയിനാന്ന് പറഞ്ഞത്. ഇവിടെ സൂവിന്റെ ഫ്രണ്ടാണ് അല്ലേ, സൂവിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മുടെ അവിടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കാണ്. എങ്ങനെയുണ്ട് സ്റ്റേഡിയം വൈബ്? സൂ ഇല്ലേ, സൂ മേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്തില്ല. സൂവിന്റെ മോഹം അതുകൊണ്ടാ സൂവിന്റെ മോഹമൊക്കെ മാറി. കൊച്ചിനെ ഞാൻ കൊണ്ടുപോകുന്നു, കോഫി ഡേറ്റ് തന്നെ കൊണ്ടുപോകുന്നു, സ്റ്റേജ് ഡേറ്റ് കൊണ്ടുപോകുന്നു. എടാ വുഡ് യു ലൈക്ക് ടു കം ഫോർ മീറ്റ് മീ എ കോഫി ഡേറ്റ് ഓർ എ ഈവനിങ് ഡേറ്റ് ബീച്ച് ഡേറ്റ് വിത്ത് മീ? കോഫി ഡേറ്റ് ഓക്കെ, താങ്ക് യു. നമുക്ക് സെറ്റ് ചെയ്യാവേ. ഇല്ല നമ്മള് കോഫി ഡേറ്റ് കൊച്ചായിട്ട് നമ്മളെ എടാ ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ആ വ്ളോഗ് വേറെ എടുക്കുന്നതാണ്. ഓക്കെ കൊച്ചു പറ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ്. ഈ നേരത്തെ കണ്ട മാടമ്പള്ളിയിലെ കുട്ടി ഇതാണ്. യു ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. ജനിച്ചപ്പോ ഏറെക്കുറെ ഇങ്ങനെ ആയിട്ടാ. ആണോ? ഓക്കെ ഇല്ല, മരുന്ന് കഴിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും കേട്ടാ. ഓക്കെ മരുന്ന് കഴിച്ചാൽ മതിയേ. ഓക്കെ കഴിച്ചാൽ മതി. ശരി എന്നാ ബൈ ബൈ. നേരെ വന്ന് കൊക്കറോ കഫേ എന്തായാലും അവരെന്തായാലും അകത്തുണ്ട്, നമുക്ക് പോയി നോക്കാം അവരെവിടെ ഇരിക്കാന്നുള്ളത്. ഇത് കൊക്കോറോയാണോ കൊക്കരക്കോയാണോ എന്താണെന്തോ മനസ്സിലാവുന്നത്. ഇതെന്താ നാല് വഴിയൊക്കെ ഇരിക്കുന്നത്? നമ്മള് കോഫി കുടിക്കാൻ വന്നേ, ഞാനും എന്റെ കോഫി ഡേറ്റ് വന്നു. പക്ഷെ എന്താ പ്രശ്നം അറിയാമോ, എല്ലാരും കൂടെ കയറി വന്നിരിക്കുന്നു. എന്ത് കഷ്ടമല്ലേ നമ്മളിങ്ങനെ സമ്മാനത്തിൽ കോഫി കുടിക്കാൻ വരാന്ന് പറയുമ്പോ ഇവരൊക്കെ കയറി വന്നത് എന്ത് കഷ്ടമാണ്. അവിടെ ചിലരുടെ മുഖമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അടി കിട്ടുമെന്ന് എൻ്റെ സംശയമുണ്ട്. എപ്പോഴത്താ ഞാൻ ഇവിടെ ചേർച്ച റെഡും വൈറ്റ് നല്ല ചേർച്ചയില്ലേ? എന്തുവാ ഇല്ല, റെഡും വൈറ്റും നല്ല ചേർച്ചയുണ്ട്. പക്ഷേ വൈറ്റ് ആൻഡ് വൈറ്റ് ചേരുമെന്നും പറഞ്ഞ് ചില ആൾക്കാർ വന്നിരിക്കും, പക്ഷെ ചേർന്നില്ല. ഈ കോഫിയാണ് ഇഷ്ടം? ചായ പേഴ്സണല്ല കോഫി? ഓൾവേസ് പ്രിഫർ കോഫി? ഓക്കെ നമ്മൾ സെറ്റ് ചെയ്യും. നമ്മൾ അടുത്ത വ്ളോഗ് എന്തെങ്കിലും സെറ്റ് ചെയ്യും. ഗുരുവായൂർ ഗൈസ് ഇവിടെ സാധനം കണ്ടേ, മാരി മീ പ്രോൺസ്. അല്ലല്ല അപ്സി ഇത് വാങ്ങിച്ചു കഴിക്കും. ആ അത് വാങ്ങിച്ചു കഴിക്കും. മാരി മീ പ്രോൺസ് വാങ്ങിക്കുക. അതെങ്കിലും നിങ്ങളെ കല്യാണം കഴിക്കട്ടെ, അതെങ്കിലും കഴിക്കട്ടെ. എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ഓർഡർ വാങ്ങിച്ചു. കൊള്ളാം, ടേസ്റ്റിലോടെ അപ്സി കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? നല്ലതാണോ? കൊള്ളാല്ലേ? സൈഡ് വരും, ഞാൻ കഴിച്ചോടെ. ഗണപതി കൊടുക്കണോ? കാരണം അപ്സിക്ക് കൊടുത്തു. ഇത് ഫ്രഞ്ച് ഫ്രൈസിനെ പറ്റി രണ്ടു വാക്ക് അതാദ്യം പറഞ്ഞിട്ട് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല ടേസ്റ്റ്. നമ്മളില്ല കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വിഷമിച്ചിരിക്കുന്നത്. എടാ വിഷമിക്കണ്ട, പനീറിന് എന്തെങ്കിലും സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്യണോ? വേണോ?
വേണോ? അത് സ്വന്തമായിട്ട് പറഞ്ഞ അല്ലാണ്ട് ഈ ചുകിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു തരൂല. ഞാനുണ്ടോ കഴിക്കുന്നില്ലേ? കഴുകി ഇവിടെ എടുത്തോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇതിന് ഫ്രഞ്ച് ഫ്രൈസിന് ഓർഡർ ഫ്രൈസ് നമ്മൾ ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം പറഞ്ഞാൽ പുള്ളിക്കാരത്തി വെജാണ്, ആൾക്കാർ നോൺ വെജ് കഴിക്കില്ല. അതാണ് സംഭവം. യോഗാസനം പഠിപ്പിക്കുന്ന 2 കുട്ടികൾ. ഇതെന്താണത്? നല്ല ഫ്രീ. അത് ശ്വാസം മുട്ടി ചാവും, വെറുതെ വേണ്ട. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അതാണ് വേണ്ട, അറിയാത്തോടെ ചെയ്യണ്ട. വാ ഗൈസ്, നമ്മൾ പെട്ടെന്നൊരു ബ്രേക്ക് എടുത്ത് സ്റ്റേഡിയം വന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ കൊച്ചിന് സ്റ്റേഡിയത്തിലേക്ക് വരേണ്ട അത്യാവശ്യം വന്നു. അത് കഴിഞ്ഞ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ബൈഡാ, അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ ഗൈസ്. ഞാനും വഴിയിൽ നിന്ന് ഒരു തട്ടട വരുമെന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് TNT പോയി നിന്ന് അവിടെ വന്നില്ല. എല്ലായിടത്തും എൻ്റെ തെന്നിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം ഒരു സ്ഥലവും ഫിക്സ് ചെയ്യാതെ എല്ലാം കൊണ്ട് തേരാപ്പുറം നടക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്തൂലേ? അയ്യോ ഇന്നാ കൊണ്ടുപോകോ ഓ കൊണ്ടുപോ ഉള്ളോ നമ്മുടെ കഴിച്ചിട്ട് തരാം. നെയ്ച്ചോറും ബീഫും കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നെയ്ച്ചോറ് കഴിച്ചിട്ട് തരാം. ടാറ്റാ 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 ടാറ്റാ. എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇതിന് റൂമിൽ പഴം കിടന്നുറങ്ങണം. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേക്കും വണക്കം.